ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ പഠിക്കാം. ചതുർത്ഥഃ പാഠഃ സദൈവ പുരതോ നിദേഹി ചരണം. 4th ചാപ്റ്റർ ഇതൊരു പോയമാണ്. ഈ പോയം എഴുതിയത് ശ്രീധര ഭാസ്കര വർണ്ണകരഹ. അയാളാണ് ഈ പോയം എഴുതിയത്. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ടൈപ്പ് പോയമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പോയമെന്ന്. അതിനു മുന്നേ ഇതിന്റെ ഹെഡിങ് നോക്കാം. സദൈവ പുരതോ നിദേഹി ചരണം. സദൈവ എന്ന് പറഞ്ഞാൽ എപ്പോഴും, പുരതോ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, നിദേഹി ചരണം. ചരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല്, അതായത് ഫീറ്റ്. എപ്പോഴും നമ്മൾ നമ്മുടെ കാല് മുമ്പിൽ തന്നെ വെക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാലും മുമ്പോട്ട് നിന്ന് നടക്കുക. അതാണ് സദൈവ പുരതോ നിദേഹി ചരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് പോയം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ലൈൻ, ചല ചല പുരതോ നിദേഹി ചരണം സദൈവ പുരതോ നിദേഹി ചരണം. ചല ചല അതായത് നടക്കൂ, പുരതോ അതായത് മുമ്പിലേക്ക്, നിദേഹി ചരണം നമ്മുടെ കാലുകൾ മുമ്പിലേക്ക് വെക്കൂ. സദൈവ പുരതോ നിദേഹി ചരണം. സദൈവ എന്ന് പറഞ്ഞാൽ എപ്പോഴും, പുരതോ മുമ്പിലേക്ക്, നിദേഹി ചരണം നമ്മുടെ കാലുകൾ മുമ്പിലേക്ക് തന്നെ വെക്കുക. അടുത്തത്, ഗിരിശിഖരേ നനു നിജ നികേതനം വിനൈവയാനം നഗാരോഹണം ബലം സ്വകീയം ഭവതി സാധനം സദൈവ പുരതോ നിദേഹി ചരണം. ഗിരിശിഖരെ അതായത് ഗിരി എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ, നനു എന്ന് പറഞ്ഞാൽ ചെറിയത്, നിജനികേതനം ചെറിയൊരു വീടുണ്ട്. വിനൈവയാനം നഗാരോഹണം, വിനൈവ വിത്തൗട്ട് ഇല്ല എന്ന്, യാനം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഒരു വണ്ടി, നഗാരോഹണം ആ മലയിലേക്ക് പോകാൻ വണ്ടിയൊന്നുമില്ല എന്ന് വിചാരിക്കുക. ബലം സ്വകീയം ഭവതി സാധനം നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോവാൻ വണ്ടിയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ, ബലം സ്വകീയം നമ്മുടെ തന്നെ ബലം ഉപയോഗിച്ച്, ഭവതി സാധനം വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തന്നെ എനർജി ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോവുക. സദൈവ പുരതോ നിദേഹി ചരണം എപ്പോഴും കാല് മുമ്പോട്ട് തന്നെ വെക്കുക. അലസമായിട്ട് അതായത് മടി കാണിച്ച് നിൽക്കരുത്, അതാണ് ഫസ്റ്റ്. പതിപാഷാണാഹ വിഷമാ പ്രകര ഹിംസ്ട്രാ പശവ പരിതോഘോര സുദുഷ്കരം ഖലു യദ്യഭിഗമനം സദൈവ പുരതോ നിദേഹി ചരണം. പതിപാഷാണാഹ, പാഷാണഹ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, പതി എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ കുറെ സ്റ്റോൺ ഉണ്ട്. അടുത്തത്, പതിപാഷാണ വിഷമാ പ്രകര ഹിംസ്ട്രാ പശവ പരിതോഘോര സുദുഷ്കരം ഖലു യദ്യഭിഗമനം സദൈവ പുരതോ നിദേഹി ചരണം. പതിപാഷാണാഹ അതായത് പോകുന്ന വരിയിലൊക്കെ, പാഷാണ അതായത് സ്റ്റോൺ, വിഷമ പ്രകര നല്ല ഷാർപ്പായിട്ടുള്ള കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറെ സ്റ്റോൺ ഉണ്ട്, പാറക്കല്ലുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ ഹിംസ്ട്രാ പശവ പരിതോഘോര, ഹിംസ്ട്രാ പശവ നല്ല ഉപദ്രവകാരിയായ പശവഹ പശു പക്ഷികൾ ഉണ്ട്. എക്സാമ്പിള് ടൈഗർ, ലയൺ, അങ്ങനെ ഉപദ്രവിക്കുന്ന ടൈപ്പുള്ള ആനിമൽസ് ഉണ്ട് പോകുന്ന വരിയിലൊക്കെ. പരിതോഘോര ചുറ്റും ഭയങ്കര ഭയാനകമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പോകുന്ന വരിയിലൊക്കെ. സുദുഷ്കരം ഖലു യദ്യഭിഗമനം പോകുന്ന വരി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സുദുഷ്കരം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്, പോകുന്ന വഴി ഇതൊക്കെ കൊണ്ട് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, സദൈവ പുരതോ നിദേഹി ചരണം. എന്ത് പ്രശ്നം വന്നാലും എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോവുക. അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. അടുത്തത്, ജഹീഹി ഭീതിം ഭജ ഭജ ശക്തിം വിദേഹി രാഷ്ട്രേ തദാനുരിക്തിം കുരു കുരു സതതം ധ്യേയ സ്മരണം സദൈവ പുരതോ നിദേഹി ചരണം. ജഹീഹി ഭീതിം അതായത് പേടിയെ നമ്മൾ ഇട്ടുകളയുക. ഭജ ഭജ ശക്തി നമ്മൾ ശക്തിനെ ജപിക്കുക. ഭജ ഭജ എന്ന് പറഞ്ഞാൽ ജപിക്കുക, ശക്തി കിട്ടണം എന്ന് ജപിക്കുക, പേടിനെ മാറ്റി നിർത്തുക. വിദേഹി രാഷ്ട്രേ തദാനുരിക്തിം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. കുരു കുരു സതതം ധ്യേയ സ്മരണം, കുരു കുരു സതതം ധ്യേയ സ്മരണം, കുരു കുരു എന്ന് പറഞ്ഞാൽ ചെയ്യൂ, നമ്മൾ ചെയ്യണം. ധ്യേയ സ്മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം, നമ്മൾ എന്ത് ലക്ഷ്യമാണോ വിചാരിച്ചേക്കണേ അതിലേക്ക് എത്താൻ നമ്മൾ എപ്പോഴും സതതം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സതതം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എപ്പോഴും നമ്മൾ കുരു കുരു ചെയ്തോണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കുക. സദൈവ പുരതോ നിദേഹി ചരണം. എന്ത് വന്നാലും പിന്മാറരുത്, കാല് നമ്മൾ മുമ്പോട്ട് തന്നെ വെച്ചാൽ അത് നടത്തിയിട്ടേ വരാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ മുമ്പോട്ട് തന്നെ പോവുക. അതാണ് ഈ പോയം. അപ്പൊ ശ്രീധര ഭാസ്കര എന്ന് പറഞ്ഞ ആളാണ് ഈ പോയം എഴുതിയത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്
നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് പോവാൻ കുറെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എന്തു വന്നാലും അതൊക്കെ നേരിട്ടിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണം. മടി പിടിച്ച് പേടി കൊണ്ടോ ഇരിക്കരുത്. അതാണ് ഈ പോയം.